യുദ്ധസന്നദ്ധനായി രഥത്തിലിരുന്ന അർജുനൻ കൗരവസേനയെ നോക്കി കണ്ടതും തളർന്ന് തേർത്തട്ടിൽ വീണുപോയി. തൻ്റെ എതിരെ നിൽക്കുന്നത് ബന്ധുമിത്രാദികളാണ്. ഈ സമയത്ത് അർജുനൻ്റെ സാരഥിയായിരുന്ന ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നു. ഭഗവത്ഗീത. ഭഗവാന്റെ വിശ്വരൂപം ദർശിച്ചും ധൈര്യത്തോടെ ആയുധമെടുത്ത് അർജുനൻ പോരാടാൻ തയ്യാറായി. ഭീഷ്മരുടെ മുന്നേറ്റം. യുദ്ധം ആരംഭിച്ചു. കൗരവസേനയെ നയിച്ചുകൊണ്ട് മുമ്പോട്ടു കടന്നു തുടങ്ങിയ മഹാരഥനായ ഭീഷ്മരെ അർജുനൻ എതിർത്തു. അർജുനന്റെ പുത്രനും ശ്രീകൃഷ്ണന്റെ ഭാഗിനേയനുമായ അഭിമന്യു കോസലാധിപനോട് നേരിട്ടു. കൗമാരപ്രായം കടന്നിട്ടില്ലാത്ത ആ കുമാരന്റെ യുദ്ധസാമർഥ്യം കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ആ ജന്മശത്രുക്കളായ ഭീമനും ദുര്യോധനന്മാരും തമ്മിൽ ഇടഞ്ഞു. ദിനാന്തം വരെ യുദ്ധം നടന്നിട്ടും ഇരു കക്ഷികൾക്കും ജയമോ പരാജയമോ ഉണ്ടായില്ല. ഇതു കണ്ടറിഞ്ഞ ഭീഷ്മർ അതീവ പരാക്രമത്തോടെ പാണ്ഡവസേനയുടെ മധ്യത്തിലേക്ക് തൻ്റെ രഥത്തെ നയിച്ചു. ആർക്കും അദ്ദേഹത്തെ തടയാനായില്ല. അദ്ദേഹത്തിൻ്റെ രഥം പാണ്ഡവസേനയെ ശിഥിലമാക്കിക്കൊണ്ട് മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. പാണ്ഡവസേന അണിമുറിഞ്ഞ് നാലുപാടും ചിതറി. ആ സമയത്ത് സൂര്യൻ അസ്തമിച്ചില്ലായിരുന്നെങ്കിൽ അന്നുതന്നെ യുദ്ധം അവസാനിക്കുമായിരുന്നു. ഒന്നാം ദിവസത്തെ പരാജയം യുധിഷ്ഠിരനെ ദുഃഖിതനാക്കി. രണ്ടാം ദിനം പാണ്ഡവർക്കനുകൂലമാക്കാൻ കൃഷ്ണനും അർജുനനും മുന്നിട്ടിറങ്ങി. ഭീഷ്മരഥത്തിൻ്റെ താലധ്വജവും അർജുനരഥത്തിൻ്റെ കപിധ്വജവും രണ്ടു ഭാഗത്തെയും സേനയിൽ ഉയർന്നു ശോഭിച്ചു. യുദ്ധം ഭയങ്കരമായി. ദുര്യോധനപുത്രനായ ലക്ഷ്മണനും അർജുനപുത്രനായ അഭിമന്യുവും ഏറ്റുമുട്ടി. അഭിമന്യുവിനെ തടയാൻ കഴിയാതെ ദുര്യോധനപുത്രൻ ക്ഷീണിച്ചു തുടങ്ങി. പുത്രന്റെ സഹായത്തിന് പിതാവ് തന്നെ എത്തി. ഇതെല്ലാം കണ്ടുനിന്ന് അർജുനനും രംഗത്തെത്തി. അർജുനന്റെ വരവു കണ്ടതും കൗരവസൈന്യം നാലുപാടും ചിതറിയോടി. മൂന്നാം ദിവസത്തെ യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദുര്യോധനൻ ഭീഷ്മരുടെ പക്ഷപാതിത്വത്തെക്കുറിച്ച് പരുഷം പറഞ്ഞു. ഭീഷ്മർ ഉചിതമായ മറുപടി നൽകിയെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിടിഞ്ഞു. ഭീഷ്മർക്ക് പാണ്ഡവരോടൊരു സ്നേഹമുണ്ടായിരുന്നു. എങ്കിലും തുടർന്ന് അദ്ദേഹം പാണ്ഡവസേനയ്ക്കു വലിയ നാശം വരുത്തി. ദുര്യോധനന്റെ വാക്കുകളായിരുന്നു ഭീഷ്മരുടെ മനസ്സുമാറാൻ കാരണം. കൃഷ്ണൻ അർജുനനെ പ്രോത്സാഹിപ്പിച്ചു. യുദ്ധത്തിൻ്റെ അവസാനം കാണും വരെ ശക്തമായി പൊരുതുമെന്ന് അർജുനൻ ഭഗവാന് വാക്കുകൊടുത്തു. നാലാം ദിവസം ഭീമൻ കൗരവ സൈന്യത്തിന് വലിയ നാശം വരുത്തി. ഭീമനെ തടയാൻ ദുര്യോധനൻ ഗജങ്ങളെ അണിനിരത്തി. ഭീമന്റെ ഗദാഘാതങ്ങളേറ്റ് ആനകൾ വിരണ്ടോടി. അഞ്ചാം ദിവസം അർജുനൻ കൗരവസേനയ്ക്ക് വലിയ നാശം വരുത്തി. ഇങ്ങനെ ഘോരമായ യുദ്ധം 9 ദിവസം പിന്നിട്ടു. ഇരുഭാഗത്തിനും വലിയ നാശങ്ങളുണ്ടായി. യുധിഷ്ഠിരൻ ദുഃഖിതനായിരുന്നു. ഇത്രയധികം ആളുകളുടെ പ്രാണത്യാഗം ചെയ്തിട്ടു രാജ്യം നേടിയിട്ടെന്തു കാര്യം? മഹാഭാരതത്തിനു പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. ഓരോരുത്തർക്കും കിട്ടിയ വരങ്ങളെക്കുറിച്ചും ഓരോരുത്തർ എടുത്ത ശപഥങ്ങളെക്കുറിച്ചും ഓരോരുത്തർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും അങ്ങനെ ഒരുപാട് കഥകൾ ഇതിൻ്റെ പുറകിലായിട്ട് വരുന്നുണ്ട്. അതെല്ലാം ഞാൻ ഓരോ സ്റ്റോറീസായിട്ട് ഇടുന്നതായിരിക്കും. ഇങ്ങനെ കുറച്ച് വളരെ
ലളിതമായ രീതിയിൽ പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്നതൊന്നുമല്ല മഹാഭാരതം. എങ്കിലും കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന വിധത്തിൽ വളരെ ലളിതമായിട്ട് ചുരുക്കത്തിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണിത്. വളരെ നല്ലൊരു കാര്യമാണ് മഹാഭാരതം, ഭഗവത്ഗീത പോലുള്ള കാര്യങ്ങൾ കേൾക്കുന്നതും വായിക്കുന്നതും അറിയുന്നതും എല്ലാം വളരെ മഹത്വമായതാണ്. നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് കേൾക്കുക. ഒരുപാട് ആളുകൾ ഇതിൽ വരുന്നത് കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഓരോരുത്തരെയും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതൊന്നും ഈ പുതിയ തലമുറയ്ക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നറിയാം. എങ്കിലും ഈ കലിയുഗത്തിൽ ഇങ്ങനെയുള്ളത് കേട്ടേ മതിയാകൂ. അത് വളരെ നിർബന്ധമുള്ളൊരു കാര്യമായി മാറിയിരിക്കുന്നു. കേരളത്തിൻ്റെ പോക്ക് എവിടേക്കാണെന്ന് അറിയുന്നുണ്ടല്ലോ എല്ലാവർക്കും. നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും നമുക്കെന്നും കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതിനുള്ള ഒരു ബെസ്റ്റ് ടോണിക്കാണിത്.